നമസ്കാരം. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുടുംബ സുഹൃത്ത്, ഞാൻ ഈ വളർച്ചയ്ക്ക് പിന്നിൽ എന്നെ ഇവിടം വരെ എത്തിച്ചു എന്ന് പറയാം. ഒരു സിനിമാക്കാരെ കാണാൻ കൊതിച്ച നാളുകളുണ്ട്. അന്ന് എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ് ഹരിശ്രീ അശോകൻ ചേട്ടൻ. ആ അശോകൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വലുതാണ്. അത്രമാത്രം എന്നെ വളർത്തിയ ഒരാൾ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. സിനിമ എന്താണെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അശോകൻ ചേട്ടൻ. ഞാൻ പറഞ്ഞ സത്യസന്ധം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. അപ്പോൾ കുടുംബത്തിലുള്ളവരൊക്കെ ഒരു നല്ല നിലയിലെത്താൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പാപ്പ, ഉമ്മ, അതുപോലെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനമ്മയില്ല, എൻ്റെ പാപ്പായും ഉമ്മയും മരിച്ചു. ഞങ്ങൾ പിന്നെ തുടങ്ങുന്നത് തന്നെ മണ്ണപ്പുറത്ത് ഇവനൊരു വീഡിയോ ഷോപ്പ് തുടങ്ങി, അലി. ആ വീഡിയോ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം, അല്ലേ? അനിയത്തിപ്രാവ് ഹിറ്റാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് ഇവൻ്റെ ഒരു കട ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ഇവൻ്റെ കട. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി. പിന്നെ വീഡിയോ എടുക്കാൻ പോകലും കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വിഷൻ, അല്ലേ? അവിടെ ഇന്ത്യ വിഷനിലാണ് ആദ്യം വരുന്നത്, അല്ലേ? ചാനലിൽ ഇന്ത്യ വിഷനിൽ വന്നു. പിന്നെ അങ്ങനെ പല ചാനലുകളിലും പോയി. പിന്നെ ആൾ റിപ്പോർട്ടറായി, ഭയങ്കര വാർത്തകൾ കവർ ചെയ്യാൻ പോയി. നല്ല ശുദ്ധിയായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് പല ഇൻ്റർവ്യൂസും നടത്തി തുടങ്ങി. അങ്ങനെ എനിക്ക് തന്നെ അലിയെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. കാരണം വളർച്ചയുടെ സ്റ്റെപ്പുകളെല്ലാം വളരെ നല്ല രീതിയിലുള്ള സ്റ്റെപ്പുകളായിരുന്നു എല്ലാം. പിന്നെ അവിടെ നിന്ന് ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കും, സംസാരിക്കും, കാര്യങ്ങൾ തിടക്കുകളിലും ഞങ്ങൾ അങ്ങനെ വിളിക്കും, കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെയാണ് ഇപ്പോഴും. അതുപോലെ ഇങ്ങനെ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി, അല്ലേ? ഒരു ചാനൽ തുടങ്ങി ഇത്രയും നല്ല ലെവലിലെത്തി. അത് എല്ലാത്തിൻ്റെയും പിന്നിൽ അലിയുടെ അധ്വാനം തന്നെയാണ്. ഭയങ്കര ആക്റ്റീവാണ്. അന്നും ഈ വീഡിയോ ഷോപ്പ് തുടങ്ങിയപ്പോഴും കാസറ്റ് കട തുടങ്ങിയപ്പോഴും അതെ, ഭയങ്കര ആക്റ്റീവാണ്. ആയിരിക്കും എനർജി കൂടുതലാണ്. അത് വേറൊരു മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഭയങ്കര എനർജി ആയിരിക്കും. ആ എനർജി തന്നെയാണ് അലിയുടെ ഈ വളർച്ചയുടെ പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെയാണ്. എപ്പോഴും ഞാൻ ഒരിക്കൽ പോലും ഡള്ളായിട്ടിരിക്കാൻ കണ്ടില്ല. എപ്പോഴും ഭയങ്കര എനർജി ആയിരിക്കും. നമ്മളോട് എന്ത് ചോദിക്കും. അതുപോലെയുള്ള ഒരു ബ്രദറാണത്. ശരിക്കും പറഞ്ഞാൽ അലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദറാണ്. അവൻ, നമ്മുടെ പാപ്പ, എല്ലാവരും ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയാണ് ഇപ്പോഴും. അന്ന് പക്ഷേ മാതാപിതാക്കളൊക്കെ ഞങ്ങൾ മരിച്ചു. ഞങ്ങൾ രണ്ടുപേരും മരിച്ചു. വൈഫിൻ്റെ കുട്ടികൾ, എൻ്റെ വൈഫ് കുട്ടികൾ. എൻ്റെ മോനൊക്കെ അന്ന് വളരെ കുഞ്ഞാണ്. അപ്പോൾ അച്ഛനൊക്കെ വളരെ കുഞ്ഞാണ്. ആ സമയത്തൊക്കെ അവൻ്റെ വളർച്ചയിലേക്ക് എൻ്റെ മകളുടെ ശ്രീകുട്ടി, അവൾ ഖത്തറിലാണ്. അവളും വളരെ നല്ല പൊസിഷനിലായി, ടീച്ചറാണിപ്പോൾ. ഒരു കുട്ടിയുണ്ട്. എന്തായാലും വളരെ ഒന്നുമല്ലാത്ത സമയത്ത് കൂടിയ കൂട്ട് എന്തൊക്കെയോ ആയ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റബോധം അറിയാം. ഞാൻ ഒരു സിനിമാക്കാരെ കാണാൻ കൊതിക്കുന്ന സമയത്താണ് അശോകൻ ചേട്ടൻ ചേർത്ത്. എത്രയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വരും, ഒരു ജീപ്പൊക്കെ ഓടിച്ച് എത്രയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരും അശോകൻ ചേട്ടൻ കാണാൻ വേണ്ടി. ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് വർത്താനം വരും. എവിടെയാണെങ്കിലും ഞാൻ പറഞ്ഞെത്തുമായിരുന്നു. അന്നൊരു 3-4 റൗണ്ട് വളയാണ് ജീപ്പാ, അപ്പോൾ സ്റ്റിയറിങ് അതുമായിട്ടാ ഓടി എത്തണമല്ലോ എനിക്ക്. അങ്ങനെയുള്ള ബന്ധത്തിലാണ് തൊമ്മൻകുത്തി എൻ്റെ മോക്കടെ പാദസരം പോയത്. അങ്ങനെ ഒത്തിരി കഥകൾ. പക്ഷേ ഒരു എപ്പിസോഡിലും തീരില്ല. പക്ഷെ ചേട്ടാ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് അമ്മയിലായിരുന്നു. ഇവിടെ ഇപ്പൊ മായിലാണ്, അല്ലേ? സംഘടനകളെല്ലാം ഒരുമിച്ചുള്ളൊരു യാത്ര. എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ പണ്ടൊക്കെ ടി വിയിൽ കണ്ട് എനിക്ക് കാസറ്റ് ലൈബ്രറി ഉണ്ടായപ്പോൾ കണ്ട മിമിക്രിയുടെ കുറേ മുഖങ്ങൾ കാണാൻ പറ്റും ഇവിടെ. അവരൊക്കെ എവിടെയാണെന്നും നമുക്കറിയില്ലാത്ത, എനിക്ക് അങ്ങനെ അറിവില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവരൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടത്. മറ്റേ നമ്മൾ താരങ്ങൾ ഇഷ്ടം പോലെ കണ്ടുപോകുന്നു. പക്ഷേ മിമിക്രി ചെയ്ത അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ജോർജ് ഇവിടെ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഏലു ജോർജ് ഉണ്ട്, അശോകൻ ചേട്ടും ഏലു ജോർജാണല്ലോ മറ്റേ പാട്ടിന്റെ ഇതിൽ തബലയിൽ കച്ചേരിയിൽ, അത് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടാണ് എന്നോട് പോയത്. ആ ഓർമ്മകൾ പങ്കുവെച്ചു. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള പഴയ തലമുറ ഒത്തിരി ആളുകളെ കാണും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലുപരി ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഇരിക്കുന്ന ഞാൻ ഇത്തവണ മായുടെ കൂടെയും കൂടാൻ പറ്റും. അത് ഇവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അശോകൻ ചേട്ടൻ. അത് അശോകൻ ചേട്ടൻ നമ്മൾ എൻ്റെ ഒരു വളർച്ചയും എൻ്റെ ഒരു അധ്വാനം തന്നെയാണ്. അല്ല, അമ്മയിൽ വന്നേക്കുന്ന പലരും മായിലുണ്ടായവരാണ്. മെയിൻ സംഘടനയിലല്ല, മിമിക്രി ആർട്ടിസ്റ്റുകൾ. ആ സംഘടന ഉണ്ടായിട്ട് 10-12 വർഷമായിട്ടുള്ളൂ. അതിനുണ്ട് മാക്ക് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഒരുപാട് പേര് മിമിക്രിക്കാരുണ്ടാവും. എണ്ണിക്കഴിഞ്ഞ് ഒരുപാട് പേര് മിമിക്രിക്കുന്നതാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചുവടുവെപ്പാണ് ശരിക്കും മാ എന്ന് പറഞ്ഞാൽ. മായിൽ വന്നിട്ട് അത് അമ്മയിലേക്ക് വരും. അതിലെത്താനുള്ളൊരു ചുവടുവെപ്പാണെന്നുള്ളൂ. പക്ഷെ എന്നാലും മായിൽ തന്നെയാണ് എല്ലാവരും. പക്ഷെ വേറെ ഒരു ഹൃദയത്തിൽ തൊട്ട് പറയട്ടെ, ഞാൻ ആ വെബ് സീരീസ് കണ്ടു. ഇന്ദ്രൻ സേട്ടനും നിങ്ങളും കേരള ക്രൈം ഫയൽ കണ്ടിട്ട് ഞാൻ അതുകൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് മാത്രം. പക്ഷേ ഇനി ഹരിശ്രീ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുമെന്നോ
അയ്യോ അങ്ങനെ ഫലിപ്പിച്ച ഒരു കഥാപാത്രം. ഒരു രക്ഷയില്ല ചേട്ടാ. ക്രൈം ഫയൽ എന്ന് പറഞ്ഞ സീരീസ്, വെബ് സീരീസിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ അതേപോലെ കുറേ ക്യാരക്ടേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയാണ് എടുക്കുന്നത്. നല്ലത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടൊക്കെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എടുക്കാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ചു നേരത്തെ മമ്മൂക്ക എനിക്ക് ഇതിട്ട് വാട്സപ്പില് ക്രൈം സീരീസ് തമ്പിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ഭയങ്കര സന്തോഷമായി. അത് വല്ലാത്തൊരു കഥാപാത്രം. നിങ്ങൾ രണ്ടുപേരായി ഇന്ദ്രൻ ചേട്ടൻ നിങ്ങളുമായുള്ള ഒരു ആ സാധനം കൊണ്ടോക്കൊണ്ടല്ലോ. അതെ അതെ, കണ്ടവരെല്ലാം ഡെയിലി ഇപ്പൊ കുറെ പേര് ഡെയിലി വിളിക്കുന്നുണ്ട്. അത് 20 റിലീസ് ചെയ്താണ്. ഇപ്പൊ ഇത് 29 ഡെയിലി വിളിക്കലുണ്ട്, പോസ്റ്റിംഗ് ഉണ്ട്. നല്ല അഭിപ്രായമാണ്. അപ്പൊ ഡയറക്ടർ തന്നെ വേറെ എന്തൊരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഗംഭീര ക്യാരക്ടറാണ്. അല്ല അതാണ് അഭിനന്ദനം വരുമ്പോൾ ഉണ്ട്. മമ്മൂക്ക ഇപ്പം മെസ്സേജ് അതൊക്കെ അശോക് ചേട്ടൻ്റെ ഹൃദയത്തിൽ ഓസ്കാറിന് തുല്യമാണ്. തീർച്ചയായിട്ടും അതാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അശോക് ചേട്ടാ ഈ പറഞ്ഞ പോലെ എൻ്റെ വളർച്ചയുടെ പിന്നിലുള്ള ഒരാളാണ്. അതിൽ അഭിമാനിക്കുന്ന ആളാണ്, സന്തോഷിക്കുന്ന ഒരാളാണ്. അത് എനിക്ക് ഒത്തിരി സന്തോഷം ചേട്ടാ. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്ന് എത്ര രാവിലെ വന്ന് ഇവിടെ ഇരിക്കണതാണ്. അശോക് ചേട്ടനാണ് സ്റ്റേജിൽ ഫുള്ളുണ്ടായിരുന്നത്. അത് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാൻ, പഴയ ആളുകളെ കാണാൻ, അവരോട് സ്നേഹം പങ്കുവയ്ക്കാൻ അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പം അടുത്ത സിനിമകൾ ഇപ്പം നടക്കുന്ന ആദിഷയുടെ പടം നടക്കുന്നു. പിന്നെ ടിക്കി ടാക്ക് നടക്കുന്നു. രോഹിതിന്റെ കളയുടെ നല്ലൊരു വേഷമാണെന്നൊക്കെ അറിഞ്ഞു ഞാൻ. ടിക്കി ടാക്കിൽ ഇടിവെട്ട് വേഷം, ഇടിവെട്ട് വേഷം ഞാൻ അറിഞ്ഞോട്ടോ. നാദിഷയില് ഹ്യൂമറാണ്. അത് നാദിഷയുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അത് നല്ല ക്യാരക്ടറാണ്. പിന്നെ 2-3 ചെയ്യാൻ പോകുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ്. പിന്നെ കുറച്ച് ഇറങ്ങാൻ ഇരിപ്പുണ്ടല്ലോ. ഇറങ്ങാനുണ്ട്. വേറൊരു വലിയൊരു കഥാപാത്രം ചെയ്ത സിനിമ ഇറങ്ങാറുണ്ട്. അത് നമ്മളിപ്പോ പറയുന്നില്ല. അതെനിക്കറിയാം. അത് അങ്ങനെ ഒരു ഹ്യൂമറാണ്. പക്ഷെ ഇത് ഒരു കഥാപാത്രമായിരുന്നു. പാതിരാത്രി ഉണ്ട്. രത്തീനയുടെ പാതിരാത്രി സോബിൻ ഹീറോ ആയിട്ടുള്ള അത് ഇറങ്ങാനുണ്ട്. അങ്ങനെ കുറച്ച് ഒത്തിരി സന്തോഷം പക്ഷേ ചേട്ടാ. എന്നും കൂടെ ഉണ്ടാവും. പ്രാർത്ഥിക്കണം. ഉണ്ടാവണമല്ലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.